സർക്കാരിന്റെ 100 ദിവസം എങ്ങനെയാണ് വിലയിരുത്തുന്നത് നോക്കാം. കമലേഷ്, അതായത് തുടർച്ചയായ യൂടേണുകൾ, ആവർത്തിച്ചു പറയുന്ന നുണകളിൽ പൊളിയുന്ന മുഖ്യമന്ത്രി, BJP-യേക്കാൾ സംഘപരിവാർ പാദസേവ, റെക്കോർഡ് കടമെടുപ്പ്, കഴിഞ്ഞ 100 ദിവസത്തെ ഈ സർക്കാരിനെ നമുക്ക് ഇതിലപ്പുറം എങ്ങനെയാണ് അടയാളപ്പെടുത്താൻ കഴിയുക? മനു, തീർച്ചയായും ആ നിലയിൽ തന്നെ, അതായത് സംസ്ഥാന സർക്കാർ UDF-ന്റെ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുള്ള ഈ 100 ദിനങ്ങളെ ആ നിലയിൽ തന്നെ നമുക്ക് അടയാളപ്പെടുത്തി വെക്കാം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പല വിഷയങ്ങളിലാണ് ഇത്തരത്തിൽ 100 ദിനങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള യൂടേണുകളുടെ 100 ദിനങ്ങൾ എന്ന നിലയിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും. തുടക്കം തൊട്ട് ഓരോ വിഷയവും ഇപ്പോൾ ആ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ തന്നെ PM ശ്രീ വിഷയത്തിലാണെങ്കിലും വഖഫ് വിഷയത്തിലാണെങ്കിലും കരിമണൽ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിലും ഈ വാഹന മോഡിഫിക്കേഷൻ്റെ വിഷയത്തിലാണെങ്കിലും നിരവധിയായ വിഷയങ്ങളിൽ UDF പ്രതിപക്ഷത്തിരുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ എടുത്തിട്ടുള്ള നിലപാടല്ല പിന്നീട് അധികാരത്തിലേറിയതിന് ശേഷം കൈക്കൊണ്ടിട്ടുള്ള നിലപാട് എന്നത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ 100 ദിനങ്ങൾ VD സതീശൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേറ്റവും പ്രധാനം PM ശ്രീ പദ്ധതിയാണ്. നേരത്തെ LDF സർക്കാരിനെ വലിയ നിലയിൽ വിമർശിച്ച ഒരു വലിയ നിലയിലുള്ള കുപ്രചരണം ഉൾപ്പെടെ നടത്തിയ ഒരു വിഷയമാണ് PM ശ്രീ പദ്ധതി. ആ PM ശ്രീ പദ്ധതി തങ്ങൾ അധികാരത്തിലെത്തിയാൽ അറബിക്കടലിലെറിയും എന്നതായിരുന്നു UDF അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അധികാരത്തിലേറിയതിന് പിന്നാലെ ആ നിലപാടിൽ മാറ്റമുണ്ടായി. തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ വാർത്താസമ്മേളനത്തിൽ പറയേണ്ടി വന്നു. ആ നിലയിലല്ല തങ്ങളുടെ വിമർശനമുണ്ടായിരുന്നത്. ഈ 1000 കോടി രൂപ, അത് സംസ്ഥാനത്തിന് അവകാശപ്പെട്ട 1000 കോടി രൂപയാണ്, നമ്മുടെ നികുതിപ്പണമാണ് കേന്ദ്രം തരുന്നത്, ആരുടെയും ഔദാര്യമല്ല, അത് വാങ്ങിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരുന്ന VD സതീശനെ മുഖ്യമന്ത്രിയെ പിന്നീട് കാണേണ്ടി വന്നു. മറ്റൊന്ന്, ഈ വഖഫ് വിഷയത്തിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പലതരത്തിൽ നല്ല നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞത് കേവലം 10 മിനിറ്റിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ വിഷയം പരിഹരിക്കാൻ, ഞങ്ങൾ അധികാരത്തിലേറിയാൽ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കും എന്നായിരുന്നു അന്ന് VD സതീശൻ, പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ നിലവിൽ ഇതുവരെയും ആ വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നത് മാത്രമല്ല, ഈ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്താൻ സംസ്ഥാനം തയ്യാറാണ് എന്ന അഫിഡവിറ്റ് പോലും കോടതിയിൽ നൽകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് തങ്ങൾ തന്നെ നേരത്തെ അങ്ങനെയൊരു ഒഴിവ്, 2 ഒഴിവുകൾ അത് നികത്താതെ LDF സർക്കാർ വെച്ചിരിക്കുകയായിരുന്നു. കോടതിയുടെ ഉത്തരവ്, അത് കോടതിയിൽ നിൽക്കുന്നൊരു വിഷയമാണ് എന്ന് കൂടി ഓർക്കണം. കോടതിയുടെ ഉത്തരവ് എന്താണോ അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന നിലയിൽ LDF സർക്കാർ തീരുമാനിച്ച ഒരു വിഷയത്തിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ തങ്ങൾ തയ്യാറാണ് എന്ന് സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ തന്നെ കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഏതായാലും ആ വിഷയത്തിൽ വലിയ യൂടേൺ എന്ന് മാത്രമല്ല വലിയ ഒരു പ്രതിസന്ധി കൂടി വഖഫ് വിഷയത്തിൽ UDF സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ VD സതീശൻ പറഞ്ഞത് ഈ പൂക്കികളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി വലിയ കാര്യങ്ങൾ പറഞ്ഞു. അതായത് വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അവർ മോഡിഫിക്കേഷൻ ചെയ്യട്ടെ, അതിനെന്താണ് കുഴപ്പം, പൂർണ്ണമായും ആ നിലയിൽ കാര്യങ്ങൾ പോകട്ടെ, നിയമവിരുദ്ധമല്ലാത്ത മോഡിഫിക്കേഷനുകളൊക്കെ നടക്കട്ടെ എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷേ അധികാരത്തിലേറിയതിന് ശേഷം യൂടേൺ അടിക്കേണ്ടി വന്നു. എന്തൊക്കെ തരത്തിലുള്ള മോഡിഫിക്കേഷനുകൾ വരുത്താം എന്ന് ചോദിച്ച ഘട്ടത്തിൽ അതിൻ്റെ ലിസ്റ്റ് പുറത്തുവിട്ട ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. സീറ്റ് കവർ ഇടാം, ഫ്ലോർ മാറ്റ് ഇടാം തുടങ്ങിയ തരത്തിലുള്ള നിലവിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് മോഡിഫിക്കേഷൻ എന്ന നിലയിൽ അന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലോ മറ്റോ ആണ് ഹൈക്കോടതിയുടെ ഒരു കൃത്യമായൊരു വിധി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിന് വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് യാതൊരു അധികാരവുമില്ല എന്ന് വളരെ കൃത്യമായി ഹൈക്കോടതി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്ന് മറ്റൊരു യൂടേൺ കൂടി എടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. പൂക്കികളെ ആകെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. മറ്റൊന്ന്, ഈ മദ്യനികുതി, വീര്യം കുറഞ്ഞ മദ്യനികുതി ഇളവ് വരുത്തിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നേരത്തെ LDF സർക്കാരായിരുന്നപ്പോൾ വരുമാനമെല്ലാം മദ്യത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, മദ്യം കേരളത്തിൽ ഒഴുക്കുകയാണ് എന്ന് പരിഭവം പറഞ്ഞ, അല്ലെങ്കിൽ ആ നിലയിൽ വലിയ പരിദേവനം നടത്തിയിട്ടുള്ള UDF അധികാരത്തിലേറിയതിനു ശേഷം ആദ്യം ചെയ്ത കാര്യം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ആ നികുതി ഇളവ് ആർക്കാണ് ഉപകാരപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആരെ സഹായിക്കാനാണ് ആ നികുതി ഇളവ് എന്ന് മാത്രമല്ല, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൂടി കൊടുക്കുമ്പോൾ പുതുതലമുറ ഉൾപ്പെടെ ഈ മദ്യപാനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന വലിയൊരു പ്രശ്നം കൂടിയുണ്ട്. ആ വിഷയങ്ങളിലെല്ലാം
വലിയ, അതായത് നയപരമായ വിഷയങ്ങളിൽ ഉൾപ്പെടെ യു ടേൺ അടിക്കേണ്ട ഒരു സാഹചര്യം UDF സർക്കാരിനെ സംബന്ധിച്ച് തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടാണ് കമലേഷ്. ഈ പറഞ്ഞതുപോലെ തൊട്ടതിലെല്ലാം കൈകൊള്ളിയ 100 ദിവസമാണ് UDF സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞു പോകുന്നത്. സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഈ പ്രതിഷേധങ്ങൾ കേൾക്കേണ്ടി വന്ന മുഖ്യമന്ത്രിയായി ആദ്യ 100 ദിവസം കൊണ്ട് വി.ഡി. സതീശൻ മാറിയിരിക്കുന്നു എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ പറഞ്ഞതെല്ലാം മാറ്റി പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വി.ഡി. സതീശൻ പോവുകയാണ്. കഴിഞ്ഞ 3 മാസം കൊണ്ട് വി.ഡി. സതീശൻ ഇതുവരെ അണിഞ്ഞിരുന്ന ആ മൂടുപടം തുറന്നു കാണിക്കപ്പെട്ടു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതാണ് ഈ 100 ദിവസത്തെ UDF സർക്കാരിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള കാലം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പിന്നീട് പരിശോധിക്കാം.